ആ സാധനം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ. സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 12-13ഓളം അതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആണ് ഇത്. ഇതാണ് പിന്നെ നമ്മൾ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഇത്. ഇതിനകത്ത് ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പല സാധനങ്ങളുണ്ട്. സ്യൂഡോമോണാസ് എന്നൊക്കെ പറയുന്ന സാധനം ബാക്ടീരിയ ആണ്, ട്രൈക്കോഡർമ ഫംഗസ് ആണ്. അപ്പോൾ അതുപോലെ 12ഓളം പ്രോഡക്റ്റുകൾ, 12ഓളം ബാക്ടീരിയ ഫംഗസും ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഇത്. ഇതിൽ നിന്നാണ് നമ്മൾ വലിയ മാസ് പ്രൊഡക്ഷൻ ബൾക്കായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് കണ്ടല്ലോ, അടുത്ത് നമുക്ക് ഇതിൻ്റെ ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് പോകും. ആ സാധനം നമുക്ക് 500 ml ഉള്ളൂ, അല്ലെങ്കിൽ 1 ലിറ്ററേ ഉള്ളൂ. ആ സാധനം നമ്മൾ ഈ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെ കുറെ കുറ്റി സാധനങ്ങൾ, അത് ഓരോന്ന് വരുന്ന 500 ലിറ്ററാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 1/2 ലിറ്റർ നേരെ ഇതിനകത്തേക്ക് വരിക. അപ്പോൾ ഇവിടെയാണ് ബൾക്ക് പ്രൊഡക്ഷൻ വരുന്നത്, 500 ലിറ്റർ. ഇപ്പോൾ നമുക്ക് ഒരേ സമയം 4 എണ്ണം ഉണ്ട്, 2000 ലിറ്റർ ഒരേ സമയം പ്രൊഡക്ഷൻ. അത് പ്രൊഡക്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം 5000 കിലോ 6000 കിലോ പ്രൊഡക്റ്റാണ് വരിക ഒരേ സമയം. അപ്പോൾ നമുക്ക് എത്ര വോളിയം ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കേരളത്തിൽ എനിക്ക് വന്ന് ഈ ഒരൊറ്റ സ്ഥാപനമുള്ളൂ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഇത് ചെയ്യുന്നത്. വേറെ ഒരു സ്ഥാപനങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓരോ സ്റ്റേജിലും ഓരോ ക്വാളിറ്റി നോക്കിയിട്ട്, ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബൾക്ക് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും, കമത്തിക്കളയും. അത് നമ്മൾ എടുക്കില്ല. ഓരോ സ്റ്റേജ് നമ്മൾ ക്വാളിറ്റി കറക്റ്റായിട്ട് നോക്കണം. നിങ്ങളിപ്പോൾ സ്യൂഡോമോണാസ് പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്യൂഡോമോണാസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഇല്ല, അറിയാൻ പറ്റില്ല. അത് നമ്മൾ തരുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഉറപ്പാണ്. നമ്മുടെ സ്ഥാപനം കൊടുക്കുന്നത് 100%. അത് നമ്മളിവിടെ ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മൾ കൃഷിക്കാർക്ക് കൊടുക്കുള്ളൂ, സെയിൽ ചെയ്ത് വിൽക്കാൻ കൊടുക്കുള്ളൂ. അപ്പോൾ ഓരോ സ്റ്റേജിലും ക്വാളിറ്റി എവിടെയെങ്കിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഇതെല്ലാം എത്രയോ പാരാമീറ്റർ നമ്മൾ ഒരേ സമയം ചെക്ക് ചെയ്യും. pH നോക്കും, അതിൻ്റെ ടെമ്പറേച്ചർ നോക്കും. ഓരോ സ്റ്റേജിൽ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുറേ സ്ക്രീൻ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടാകും, LED. അതിനകത്ത് ഓരോ കാര്യങ്ങൾ അതിന് തെളിഞ്ഞ് വരും. ഇത് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ 24 മണിക്കൂർ ഒരാളിവിടെ ഷിഫ്റ്റായിട്ട് നോക്കും. pH എത്ര വരുന്നുണ്ട്, ടെമ്പറേച്ചർ എത്ര വരുന്നുണ്ട്. ഏതെങ്കിലും സ്റ്റേജിൽ pH കുറഞ്ഞു കഴിഞ്ഞാൽ pH കറക്റ്റായിട്ട് ചെയ്യും. pH കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ് അതിനകത്ത് ഈ സ്യൂഡോമോണാസ് വളരണമെന്നില്ല. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മളത് കറക്റ്റായിട്ട് നോക്കി പിന്നെ സെയിലിൽ പോകും. അല്ല, കൾച്ചർ ഇപ്പം കണ്ടില്ലേ, അത് നേരെ നമ്മൾ ഈ ഇതിലേക്ക് വരിക. അല്ലല്ല, നേരെ വന്നിട്ട് മറ്റേ ഇതുണ്ട്, ഒരു പെരിസ്റ്റാൾട്ടിക് പമ്പുകളുണ്ട്. ആ പമ്പ് വഴിയാണ് കയ്യും കാലൊന്നും തൊടൂലേ, അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് ഒന്നും ഒരു ടച്ച് ഉണ്ടാവില്ല. പെരിസ്റ്റാൾട്ടിക് പമ്പ് വഴി നേരെ ഇതിലേക്ക് വരും. അത് നേരെ ഇതിൽ നിന്ന് നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഉണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് പാക്കിംഗ് ഏരിയയിലേക്ക്. അത് പൈപ്പ് വഴി തന്നെ പോകാം. അവിടെ ഇല്ലില്ല, ഇതിന് കൾച്ചർ മാത്രം മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ കൈ എവിടെ ഒരു സ്റ്റേജിൽ ടച്ച് ആവില്ല. അത് ഓരോ സ്റ്റേജിൽ നമ്മൾ അത്രയും കർശനമായിട്ട് നോക്കും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്. പാക്കിംഗ് ഏരിയ അപ്പുറത്തേക്കുണ്ട്, വേറെ ഇത് ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധമില്ല, തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആയിരിക്കും. അതെല്ലാം പൈപ്പ് വഴി അങ്ങോട്ട് എത്തും. ലേബേഴ്സ് ഈ യൂണിറ്റിൽ ഇപ്പം 8 പേരുണ്ട്. സ്ഥിരം ഇല്ല 6 മാസം കമ്പനി പറയുന്നുണ്ട്.